ഹലോ ഗായ്സ്, എന്തെല്ലാ വിശേഷം? ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അഞ്ചുന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണം ഗായ്സ്. പതിപോലെ രാവിലെ 1 ലിറ്റർ വെള്ളം കുടിച്ചു. അതിനുശേഷം പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജനൽ തുറന്ന് ഇങ്ങനെ കണ്ടു. പിന്നെ അഞ്ചുന് ഓഫീസിൽ പോകുന്ന വഴിക്കാണ് ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. ഒടുക്കത്തെ ട്രാഫിക്കാണ് ഗൈസ്, ഒടുക്കത്തെ ട്രാഫിക്കാണ്. എങ്ങനെയൊക്കെയോ അവളെ ഓഫീസിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഒരു ചായ കുടിക്കാൻ തോന്നി. ഇപ്പം അവിടെ ഒരു അക്കാൻ്റെ കടയുണ്ടായിരുന്നു. അക്കനടുത്ത് ചോദിച്ചു, അക്ക ഒരു ചായ തന്നു. ചായ അങ്ങോട്ട് കിട്ടി. ചായ ഞാൻ ആസ്വദിച്ച് കുടിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു, നല്ല ചായയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചായ. പിന്നെ വേറെന്താ, ഞാൻ വീട്ടിലെങ്ങനെയൊക്കെയോ എത്തി, നല്ല വേർത്ത് കുളിച്ചിട്ടുണ്ട് ഗൈസ്. മുഖമൊക്കെ കഴുകി ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയിൽ ഞാനൊരു റീല് കണ്ടു. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇത് ഞാൻ അഞ്ചുന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഹോം മെയ്ഡ് ലിപ്സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഉണ്ടായിരുന്നു, റീലാണിത്. ഞാൻ അഞ്ചുന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കുക. പിന്നെ റീൽസൊക്കെ കണ്ട് മടുത്ത് ക്ഷീണിതനായി വിശന്നു ഗൈസ്. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഞാൻ അടുക്കളയിൽ പോയി ഒരു പ്ലേറ്റ് എടുത്ത് ചോറ്, രസം, തക്കാളി കറി, ചീര, മീൻകറി എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങനെ അടിച്ചു കൂട്ടി മറ്റേ പത്തരമാറ്റ് സീരിയലും കണ്ട് ഇങ്ങനെ. ഇത് നമ്മൾ വിഷ്ണു ബാലകൃഷ്ണൻ്റെ സീരിയലാട്ടോ. പിന്നെ അവസാനം അമ്മ എനിക്ക് തോത്തപ്പുരി മാങ്ങ മുറിച്ച് തന്നു. ഞാൻ അങ്ങോട്ട് കഴിച്ചു. അല്പം പുളി ഉണ്ടായിരുന്നു, മധുരം ഉണ്ടായിരുന്നു, ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നല്ല ഉറക്കമായിരുന്നു വയസ്സ്, ഉറങ്ങി തീർത്തു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ ഉറങ്ങി തീർത്തു. പിന്നെ എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലാപ്ടോപ്പൊക്കെ തുറന്ന് ഞാനിങ്ങനെ കുറച്ച് നേരം ലാപ്ടോപ്പിൻ്റെ മുന്നിൽ കുത്തിയിരുന്നു വയസ്സ്. പിന്നെ ചായ ഉണ്ടാക്കാൻ തോന്നി, ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചു. അടിപൊളി ചായയായിരുന്നു. ഞാൻ പൂഴ്ത്തി പറയില്ല കേട്ടോ, സോറി. പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ഗൈസ്. നല്ല സൺസെറ്റായിരുന്നു. പിന്നെ അഞ്ചുനെ പിക്കാൻ ടൈമായി. അപ്പോൾ അങ്ങനെ റെഡിയായി ഗൈസ്. എൻ്റെ വണ്ടി കേട്ടോ അത്, അടിപൊളിയല്ല. ഹോണ്ട CB350C പുതിയ വണ്ടിയാണ്, ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ട്രാഫിക്കിൽ പെട്ടു ഗൈസ് വീണ്ടും. അടിപൊളി ട്രാഫിക്കാണ്, മടുത്തു. പിന്നെ ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ നിർത്തിയിട്ട് ചായ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ചായ മാത്രം കുടിച്ചു ഗൈസ്. പിന്നെ അഞ്ചുൻ്റെ ഓഫീസിലെത്തിയിട്ട് പിന്നെ പറയാനുണ്ട്, അവളെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. വീണ്ടും ട്രാഫിക്കാണ്, ട്രാഫിക് മടുത്ത്. അവസാനം എങ്ങനെയൊക്കെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി കഴിച്ച്. അപ്പോൾ നാളെ കാണാൻ പോയി.